നീലിമ ധ്യാനെ തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. അവൻ അവളുടെ നോട്ടം കണ്ട് ചൂളിയ മട്ടിൽ തല താഴ്ത്തി. ധ്യാനും സാം അലക്സും തമ്മിൽ ലൈംഗികമായി ബന്ധമുണ്ടെന്ന തരത്തിൽ പല റൂമറുകളും മുമ്പ് അവിടെ പ്രചരിക്കുന്നതാണ്. അത് ശരിവെക്കുന്ന പോലെയാണ് നീലിമ സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ അവൾ തന്നെ മനഃപൂർവ്വം നാണം കെടുത്തിയതുപോലെ ധ്യാന് തോന്നി. ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഇതുപോലെ കണ്ട ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത്, നീലിമ കർശനമായി പറഞ്ഞു. അവളുടെ ഉറച്ച ശബ്ദം കേട്ട് അവിടെ നിന്ന മോഡൽസ് എല്ലാം പതിയെ അവരവരുടെ സീറ്റിലേക്ക് തടിതപ്പി. ധ്യാൻ അവിടെ തനിച്ചായി. നിങ്ങളെക്കാൾ കഴിവുണ്ടായിട്ടും സൂര്യ ഇങ്ങനെ ഇവിടെ നിന്ന് പോയത് എന്തുകൊണ്ടായിരിക്കാമെന്ന് വ്യക്തമായി അറിഞ്ഞു വെച്ചുകൊണ്ട് അവനെ പരിഹസിക്കാൻ താൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ പറയേണ്ടി വന്നത്. ഇനി ഇതുപോലൊന്നും നിങ്ങൾക്കിടയിൽ ഉണ്ടാവരുത്. ഉണ്ടായ നീലിമ താക്കിയതുപോലെയാണ് അവസാനത്തെ വരി പറഞ്ഞത്. അത് മനസ്സിലാക്കിയ ധ്യാൻ അവളോട് സോറി പറഞ്ഞ ശേഷം അവിടെ നിന്നും ഉടനെ പോയി. നീലിമ സൂര്യയും കൂട്ടി തന്റെ ക്യാബിനിലേക്ക് തിരികെ പോയി. ക്യാബിനിലെത്തിയപ്പോൾ നീലിമ സൂര്യയോട് പറഞ്ഞു, സൂര്യ, നീ ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, വേഗം പോയി റെഡിയായിട്ട് വാ. നീലിമ പറഞ്ഞു. ഉടനെ അവൾ എന്തിനാണ് റെഡിയാവാൻ പറയുന്നതെന്ന് മനസ്സിലാവാതെ സൂര്യ അവളെ നോക്കി. നീ മുൻപ് ചെയ്തൊരു സീരിയലല്ലേ, എന്തായിരുന്നു അതിന്റെ പേര്? നീലിമ ആലോചിച്ചുകൊണ്ട് ചോദിച്ചു. പ്രണയം, സൂര്യ മറുപടി പറഞ്ഞു. ഹാ, അത് തന്നെ. അതിലെ കലിപ്പൻ നായകന്റെ റോള് അന്ന് ട്രെൻഡിങ് ആയിരുന്നില്ലേ? നീലിമ ചോദിച്ചു. യെസ്, ഭയങ്കര ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്, സൂര്യ ആവേശത്തോടെ പറഞ്ഞു. ആ റോള് വെച്ചൊരു ഫോട്ടോഷൂട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതിനാണ് നിന്നോട് ഒരുങ്ങി വരാൻ പറഞ്ഞ, നീലിമ വ്യക്തമാക്കി. അത് കേട്ടപ്പോൾ സൂര്യയ്ക്ക് അതിയായ സന്തോഷം തോന്നി. തന്റെ ജീവിതം ഇനി അങ്ങോട്ട് രക്ഷപ്പെടാൻ തുടങ്ങുകയാണ് എന്നവൻ പ്രതീക്ഷിച്ചു. സൂര്യ ഉത്സാഹത്തോടെ ക്യാബിനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്പസമയത്തിനു ശേഷം ഫോട്ടോഷൂട്ടിനായി സജ്ജീകരിച്ച മുറിയിൽ സൂര്യയും നീലിമയും ചെന്നു. സൂര്യ അവൻ മുൻപ് അഭിനയിച്ച സീരിയലിലെ നായക വേഷത്തിലായിരുന്നു. അവനെ കണ്ട ക്യാമറമാൻ ലൈറ്റ് ശരിയായി കിട്ടുന്ന രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്തു വെച്ചു. നീലിമ ആ മുറിയുടെ ഒരു മൂലയിലെ ബീൻ ബാഗിൽ ചെന്നിരുന്നു. ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത ക്യാമറമാൻ കുറച്ച് സ്റ്റിൽസ് എടുത്ത ശേഷം ക്യാമറയിൽ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തു. എന്നിട്ട് നിരാശയോടെ നീലിമയെ നോക്കി. അത് കണ്ട് നീലിമ എഴുന്നേറ്റ് ചെന്നു. എന്തുപറ്റി, ശരിയായില്ലേ? നീലിമ ചോദിച്ചു. ടെക്നിക്കൽ പ്രശ്നമൊന്നുമില്ല മാഡം, പക്ഷേ... ക്യാമറമാൻ വാക്കുകൾ പകുതിയിൽ നിർത്തി സൂര്യയെ നോക്കി. സൂര്യ കാര്യം മനസ്സിലാവാതെ നിന്നു. എന്താണെന്ന് പറയും? നീലിമ കാര്യം അറിയാൻ തിടുക്കം കൂട്ടി. പുള്ളി ഒട്ടും ആക്റ്റീവ് അല്ല മാഡം. നോക്ക്, ഫോട്ടോസിലൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി കയറി വന്നിട്ടുണ്ട്. ക്യാമറമാൻ ക്യാമറയിൽ പതിഞ്ഞ ഫോട്ടോസ് നീലിമയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നീലിമ ഫോട്ടോസ് ചെക്ക് ചെയ്തു നോക്കി. അയാൾ പറഞ്ഞത് ശരിയായിരുന്നു. എല്ലാ ഫോട്ടോസിലും സൂര്യ മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് നിൽക്കുന്നത്. മാത്രമല്ല, അവന്റെ പഴയ അഭിനയ മികവ് ഒരൊറ്റ ഫോട്ടോയിലും വീഡിയോയിലും പതിഞ്ഞിട്ടില്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഫോട്ടോസിന് പകരം കുറച്ചുകൂടി വീഡിയോസ് ചെയ്തു നോക്ക്, നീലിമ പറഞ്ഞു. മാഡം, ഞാൻ ശ്രമിക്കാം. ക്യാമറമാൻ വീണ്ടും സൂര്യയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് ഫോട്ടോകൾ കൂടി എടുത്തു. അതും അയാളെ നിരാശപ്പെടുത്തി. അയാൾ നീലിമയ്ക്ക് നേരെ തിരിഞ്ഞു. മാഡം, എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. മുഖത്തെ ഭാവങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്ത് ചേർക്കാനൊന്നും പറ്റില്ലല്ലോ, ക്യാമറമാൻ പറഞ്ഞു. അത് കേട്ട് നീലിമ സൂര്യയുടെ അടുത്തേക്ക് ചെന്നു. അവൻ ക്യാമറമാൻ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. സൂര്യ, എന്താ നിനക്ക് പറ്റിയത്? നീലിമ ചോദിച്ചു. നീലിമ മാഡം, അത് എനിക്ക്... സൂര്യ വാക്കുകൾ കിട്ടാതെ കുഴഞ്ഞു. സത്യത്തിൽ സാം അലക്സിന്റെ ഒപ്പം ജോലി ചെയ്തിരുന്ന സമയത്ത് അയാൾ അവനെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് പോലും കൊണ്ടുപോയിരുന്നില്ല. അതുകൊണ്ട് സൂര്യ തനിക്ക് അഭിനയിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെട്ടു പോയെന്ന് വിശ്വസിച്ചിരുന്നു. അതെങ്ങനെ നീലിമയെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഓർത്തപ്പോൾ സൂര്യയ്ക്ക് വല്ലാത്ത പേടി തോന്നി. സൂര്യ, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, എന്താ പറ്റിയത് തനിക്ക്? എന്താണെങ്കിലും പറ, നീലിമ ചോദിച്ചു. എനിക്കൊന്നിനും പറ്റുമെന്ന് തോന്നുന്നില്ല നീലിമ മാഡം, സൂര്യ നിസ്സഹായതയോടെ പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് സഹതാപം തോന്നി. പക്ഷെ ഇപ്പോൾ സഹതാപം കാണിച്ചാൽ സൂര്യ ഒരിക്കലും ശരിയായി അഭിനയിക്കാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞ നീലിമ അവനെ തുറച്ചു നോക്കി. നോക്ക് സൂര്യ, ഇത്രയും വലിയൊരു അവസരം തനിക്കിനി ഈ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നില്ല. നീ നിന്റെ വാല്യൂ അറിയാതെയാണ് ഇപ്പൊ നിൽക്കുന്നത്. സോ മര്യാദയ്ക്ക് ചെയ്യ്. ഈ ഫോട്ടോസ് വൈറലായി കഴിഞ്ഞാ പിന്നെ നിനക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല, നീലിമ സൂര്യയെ പ്രോത്സാഹിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു. അത് കേട്ടിട്ടും സൂര്യയ്ക്ക് കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല. അവൻ സത്യത്തിൽ നിസ്സഹായനായിരുന്നു. എന്താ സൂര്യ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ?
ഇത് വലിയൊരു അവസരമാണ്. ഇത് നഷ്ടപ്പെടുത്തുന്നത് മണ്ടത്തരമാണ്. നീലിമ പറഞ്ഞു. സൂര്യ അതിന് മറുപടി പറയാതെ അവളെ നോക്കി. നമുക്ക് ഒന്നുകൂടി എടുക്കാം. നീലിമ ക്യാമറമാനെ നോക്കി പറഞ്ഞു. ഓക്കെ മാഡം. ക്യാമറമാൻ സഹായികളോട് ലൈറ്റ് ഓൺ ചെയ്യാൻ പറഞ്ഞു. സൂര്യ അയാൾക്ക് മുന്നിലേക്ക് നീങ്ങി നിന്ന് കൊടുത്തു. ക്യാമറമാൻ ഫോക്കസ് ചെയ്ത് ക്ലിക്ക് ചെയ്തു. അപ്പോഴും അയാളുടെ മുഖത്ത് നിരാശ നിഴലിച്ചിരുന്നു. മാഡം, ഇനി എടുത്തിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, ക്യാമറമാൻ നിരാശയോടെ പറഞ്ഞു. സൂര്യ അത് കേട്ട് ദയനീയമായി നീലിമയെ നോക്കി. നീലിമയ്ക്ക് വല്ലാത്ത ദേഷ്യം വന്നു. സൂര്യ, നിന്നോടല്ല ഞാൻ ശരിക്കും നിൽക്കാൻ പറഞ്ഞത്. നീ എന്തോ ഒരുമാതിരി എനർജി ഇല്ലാത്ത പോലെ നിൽക്കുന്നേ. നീലിമ ദേഷ്യത്തോടെ ചോദിച്ചു. മാഡം, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കി. എനിക്ക് ശരിക്കും പറ്റാഞ്ഞിട്ടാ. സൂര്യ പറഞ്ഞു. എന്ത് പറ്റാഞ്ഞിട്ട്? നിന്നോടിപ്പോ ആ കഥാപാത്രം ഇവിടെ മുഴുവനായി അഭിനയിക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ആകെ പറഞ്ഞത് അധികം കഴിയുന്നില്ല, പ്ലീസ് എനിക്ക് വയ്യ, സൂര്യ നിരാശയോടെ പറഞ്ഞു. അതോടെ നീലിമ ആകെ വിഷമത്തിലായി. സൂര്യയെ സാം അലക്സിൽ നിന്നും അത്രയും വാശി പിടിച്ചിട്ടാണ് തന്റെ ടീമിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ടും അവൻ ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ നീലിമയ്ക്ക് നല്ല ദേഷ്യം തോന്നി. ആ സാം അലക്സിനെ വെറുപ്പിച്ച് നിന്നെയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയ എന്നെ പറഞ്ഞാ മതി. നീ ഇത്ര കെയർലെസ് ആയിട്ടാണ് നിന്റെ പ്രൊഫഷനെ കാണുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീലിമ നിരാശയോടെ പറഞ്ഞത് കേട്ട് സൂര്യ ദയനീയമായി അവളെ നോക്കി. മതി നോക്കിയത്, ഇറങ്ങി പോവാൻ നോക്ക്. നിന്നെ സാം അലക്സ് ഒന്നുമല്ല തോൽപ്പിച്ചത്, നിന്റെ ശത്രു നീ തന്നെയാ. പൊക്കോ, നീലിമ പറഞ്ഞു. അത് കേട്ടിട്ടും സൂര്യ അവിടെ തന്നെ നിന്നു. ക്യാമറമാൻ ലൈറ്റ് എല്ലാം എടുത്തു വെക്കാൻ തുടങ്ങിയിരുന്നു. പിന്നെ സൂര്യ, നീ സാം അലക്സിന്റെ ടീമിൽ തന്നെയാവും ഇനി തുടരുക. എനിക്കെന്നല്ല ആർക്കും നിന്നെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്തായാലും ഞാൻ ആ നവീനെ ടീമിലേക്ക് എടുക്കാൻ തീരുമാനിച്ചു. എനിക്കെന്റെ ടീമിൽ നിന്നെപ്പോലെ കെയർലെസ് ആയിട്ടുള്ള ആളൊന്നും പറ്റില്ല, നീലിമ പറഞ്ഞു. അത് കേട്ട സൂര്യ വല്ലാതെ പരിഭ്രമിച്ചു പോയി. തിരികെ സാം അലക്സിന്റെ ടീമിലേക്ക് പോകുന്നത് അവന് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. സൂര്യയുടെ മുഖത്ത് ദയനീയത നിറഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും പഴയ കഥാപാത്രമാവാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് സൂര്യ വല്ലാതെ വിഷമിച്ചു. അത് ശ്രദ്ധിച്ച നീലിമയ്ക്ക് അവനോട് സഹതാപം തോന്നി. നീലിമ സൂര്യയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു. സൂര്യ, നോക്ക്, നീ മുമ്പ് ഈ വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളപ്പോ നിനക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്ക്. ആ അംഗീകാരം ഒന്നുകൊണ്ട് മാത്രമല്ലേ നീ ഇപ്പോ ഈ ജോലിയിലെത്തിയത്, നീലിമ പറഞ്ഞു. സൂര്യ അത് കേട്ട് തലയാട്ടി. സീരിയലില് നീ എത്ര എനർജറ്റിക് ആയിട്ടാ ആ ക്യാരക്ടർ പ്രസന്റ് ചെയ്തത്. ചില സമയത്തെ ഭാവങ്ങൾ കണ്ട് ഞാൻ അതിശയിച്ചു പോയിട്ടുണ്ട്. ആ നീയാ ഇപ്പൊ ഒന്നും പറ്റുന്നില്ലെന്ന് പറഞ്ഞു നിൽക്കുന്നത്. കോളേജ് കുമാരിമാരുടെ സൂപ്പർ ഹീറോ ആയിരുന്നില്ലേ സൂര്യ നീ? എനിക്ക് ഉറപ്പുണ്ട് നാളെ മുതൽ ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കും. നീലിമ അത്രയും കാര്യമായി അതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സൂര്യയ്ക്ക് ഒരു ആത്മവിശ്വാസം തോന്നി. മാത്രമല്ല, സാം അലക്സിന്റെ ടീമിലേക്ക് തിരികെ പോകുന്നത് ആത്മഹത്യാപരമാണെന്നും അവനറിയാം. ഞാൻ ഒന്നുകൂടെ ശ്രമിക്കട്ടെ മാഡം, സൂര്യ ചോദിച്ചു. അത് കേട്ട് തന്റെ ശ്രമങ്ങൾക്ക് ഫലം കാണുന്നുവെന്ന തോന്നൽ നീലിമയ്ക്കുണ്ടായി. ഗൈസ്, ഗെറ്റ് റെഡി, നീലിമ ടെക്നിക്കൽ ടീമിനെ നോക്കി ഉറക്കെ പറഞ്ഞു. 10 മിനിറ്റ് കൊണ്ട് എല്ലാം പഴയതുപോലെ സജ്ജീകരിക്കപ്പെട്ടു. ലൈറ്റ്സ് ഓൺ, ക്യാമറമാൻ പറഞ്ഞു. ഉടനെ ലൈറ്റ് ഓണായി. സൂര്യ ഇത്തവണ ആത്മവിശ്വാസത്തോടെ നിന്നു. അത് കണ്ടു നിന്ന ക്യാമറമാനും സഹായികളും എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി. അല്പം മുൻപേ പതുങ്ങി നിന്ന ആ യുവാവാണ് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതെന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഷൂട്ട് കഴിഞ്ഞപ്പോൾ സൂര്യ അഭിനയം നിർത്തി നീലിമയെ നോക്കി. അവൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നീ കഴിവുള്ളവനാ, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യയ്ക്ക് വളരെ സന്തോഷം തോന്നി. ക്യാമറമാനും സഹായികളുമെല്ലാം അവനെ അഭിനന്ദിച്ചു. എഡിറ്റിംഗ് തീർത്ത എല്ലാം എനിക്ക് ഡോക്യുമെന്റ് ആയിട്ട് മെയിൽ ചെയ്തേക്കണോട്ടോ, നീലിമ ക്യാമറമാനോട് പറഞ്ഞു. അയാൾ അതിന് ശരിയെന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്നും പോയി. സൂര്യയും നീലിമയും തിരികെ ക്യാബിനിലേക്ക് വന്നു. സൂര്യ, ഇരിക്ക്, നീലിമ പറഞ്ഞു. സൂര്യ അവൾക്കെതിരെയുള്ള കസേരയിൽ ചെന്നിരുന്നു. നീ നോക്കിക്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോട്ടോസ് പുറത്ത് വരുമ്പോ നീ വേറെ ലെവലാവും, നീലിമ പറഞ്ഞത് കേട്ട് സൂര്യ പുഞ്ചിരിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കടന്നിട്ടേ ഉള്ളൂ. ഇനിയും ഒരുപാട് മുന്നോട്ട് പോവാനുണ്ട്. ഈ ഫോട്ടോസ് മുകളിൽ നിന്ന് അപ്രൂവ് ചെയ്താലേ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ കഴിയൂ, നീലിമ പറഞ്ഞു. അത് കേട്ട് സൂര്യയുടെ മുഖം വാടി. അത് ശ്രദ്ധിച്ച് അവൾ പറഞ്ഞു. നീ പേടിക്കണ്ട, സാം അലക്സ് ഇതിൽ ഇടപെടാനൊന്നും പോകുന്നില്ല. അഥവാ ഇടപെട്ടാലും അത് ഞാൻ നോക്കിക്കോളാം, നീലിമ പറഞ്ഞു. സൂര്യയ്ക്ക് അത് കേട്ട് ആശ്വാസം തോന്നി. നീലിമ തന്നെ രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച മാലാഖയാണെന്ന് പോലും അവന് തോന്നി. അല്ല, അതൊക്കെ പോട്ടെ, ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ? നീലിമ ചോദിച്ചു. എനിക്ക്
പാർട്ട് ടൈമായി ജോലിയുണ്ട്, അതിന് പോണം. സൂര്യ പറഞ്ഞു. എടോ, നിനക്കിപ്പോ ഇവിടെ ഒരു നല്ല ജോലിയില്ലേ? പോരാത്തതിന് പഴയ ശമ്പള കുടിശ്ശിക ഉടനെ കിട്ടുകയും ചെയ്യും. പിന്നെ നിന വേറെ പാർട്ട് ടൈം ജോലി? അല്ല, ഇതിനൊക്കെ നിനക്ക് എങ്ങനെ സമയം കിട്ടും? നീലിമ ചോദിച്ചു. സൂര്യ അതിന് മറുപടിയായി ആദ്യം ഒന്ന് പുഞ്ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു. നീലിമ മാഡം, ഞാനൊരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നയാളല്ല. എന്റെ പെങ്ങൾക്ക് ഹാർട്ടിന് സുഖമില്ല. അവളുടെ ഓപ്പറേഷന് തന്നെ എനിക്ക് ലക്ഷങ്ങൾ വേണം. അവൾക്ക് ഞാനല്ലേ ഉള്ളൂ മാഡം. സമയമുണ്ടാക്കി ജോലിക്ക് പോയേ പറ്റൂ. ഒരു ജോലി കൊണ്ടൊന്നും എനിക്ക് ഓപ്പറേഷന് വേണ്ട പൈസ ശരിയാക്കാൻ സാധിക്കില്ല, സൂര്യ പറഞ്ഞു. നീലിമ ആകെ വല്ലാതെയായി. സൂര്യക്ക് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടെന്ന് അവൾ ഒരിക്കലും കരുതിയില്ല. പാവം, നീലിമ മനസ്സിൽ ചിന്തിച്ചു. പിന്നെ അവൾക്ക് തീരെ വയ്യാത്തതാണ്. എപ്പോഴും ബെഡിൽ തന്നെ കിടപ്പാ. ഇപ്പോ വീട്ടിലെ ജോലിയും ഞാനാ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേറെ ആരുമില്ലല്ലോ, സൂര്യ പറഞ്ഞു. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീലിമ അത് ശ്രദ്ധിച്ചു. ഉടനെ അവൾ അവനോട് പറഞ്ഞു. സാരമില്ല, പോട്ടെ. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതാണോ മാഡം. നിങ്ങൾ എന്നെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട്, സൂര്യ പറഞ്ഞു. ഹാ, അതൊക്കെ പോട്ടെ. നിന്റെ പെങ്ങള് ഇപ്പൊ ഒറ്റയ്ക്കാണോ വീട്ടില്? നീലിമ ചോദിച്ചു. അല്ല, അവൾക്ക് അസുഖം കൂടുതലായതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി, സൂര്യ പറഞ്ഞു. അവന്റെ മുഖത്ത് എപ്പോഴും വിഷമം മാത്രം കാണുന്നതിന്റെ കാരണം അപ്പോഴാണ് നീലിമയ്ക്ക് ശരിക്കും മനസ്സിലായത്. സൂര്യ, നിന്റെ കൂടെ ഞാനും വരട്ടെ ഹോസ്പിറ്റലിലേക്ക്? നീലിമ ചോദിച്ചു. അത് കേട്ട് സൂര്യക്ക് വളരെ അതിശയം തോന്നി. അവനെയും പെങ്ങളെയും ഒന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിക്കാൻ പോലും അവർക്ക് ആരുമില്ല. അങ്ങനെയുള്ളപ്പോൾ നീലിമ വളരെ സ്നേഹത്തോടെ കാണാൻ വരട്ടെ എന്ന് ചോദിച്ചത് കേട്ട് സൂര്യയുടെ മനസ്സിൽ ഒരു തണുപ്പ് പടർന്നു. ഉറപ്പായും വന്നോളൂ മാഡം, അവൾക്ക് ഒരുപാട് സന്തോഷാവും. അവളെ ഇതുവരെ ഞാനല്ലാതെ ഒരാളും ചെന്ന് കണ്ടിട്ടില്ല, സൂര്യ പറഞ്ഞു. അവന് പെങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ടെന്ന് നീലിമയ്ക്ക് മനസ്സിലായി. ഓഫീസ് സമയം കഴിഞ്ഞ് നീലിമയും സൂര്യയും അവിടെ നിന്നും നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. സൂര്യ കയറി ചെന്ന മുറിയിൽ ഒരു പെൺകുട്ടി കിടക്കുന്നുണ്ട്. അവൾ വളരെ ക്ഷീണിതയായിരുന്നു. സൂര്യയുമായി നല്ല മുഖസാമ്യമുണ്ട്. നീലിമയും സൂര്യയും കണ്ട ആ പെൺകുട്ടി എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. കുട്ടി കിടന്നോളൂ, എഴുന്നേക്കണ്ട, നീലിമ പറഞ്ഞു. നീലിമ വരുന്ന വഴിയിൽ നിന്ന് മേടിച്ച ഫ്രൂട്ട്സ് കവർ അവിടെ ഒരു മേശമേൽ വെച്ചുകൊണ്ട് ചോദിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല ചേച്ചി, പെൺകുട്ടി പറഞ്ഞു. ഒട്ടും വയ്യാത്തതുകൊണ്ടാവണം ശബ്ദം നന്നായി അടഞ്ഞിരുന്നു. നീലിമയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്താവശ്യം വന്നാലും എന്നെ അറിയിക്കണം, നീലിമ പറഞ്ഞു. സൂര്യ അതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. പെൺകുട്ടി അവളെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം സൂര്യയെ നോക്കി. ഇതാണോ എന്റെ ഏട്ടത്തി? സൂര്യയുടെ സഹോദരി ചോദിച്ചത് കേട്ട് സൂര്യ നീലിമയെ നോക്കി. നീലിമയും അങ്ങനൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾ അമ്പരപ്പോടെ സൂര്യയെ നോക്കി.